സുമതി പറയിച്ചനാകെ പ്രശ്നം ഉണ്ടാക്കി.
ഇവിടെ ഒരാൾ ഓടി വന്നേ. വേഗം വന്നേ, വേഗം വാ. ഇവിടെ ഒരാള് കിടക്കുന്നു. വേഗം വേഗം ഒരാള് കിടക്കുന്നു. ഞാൻ ആശാനെ വിളിച്ചോണ്ട് വരാം. ആശ വന്നല്ലോ. നമുക്ക് അടുത്ത് പോയി നോക്കാം. ഇതാ ഇതിലെ പോവാം. എല്ലാരും വരണ്ട, എല്ലാരും വരണ്ട. അങ്ങനെ ഒരു മോശമല്ലാത്ത മുറിവുണ്ടല്ലോ. ഒരനക്കമില്ല. കുറച്ച് വെള്ളം തെളിച്ചാലോ? ആ തോർത്തിങ്ങതാ. എന്തു പറ്റി? താങ്ങണോ? എല്ലാരും കൂടി നേരത്തെ എന്റെ വീട്ടിൽ കൊണ്ടുപോവാം. തലയ്ക്ക് പിടിച്ചോ. സൂക്ഷിച്ചിറങ്ങി. മറ്റേ കാലം അങ്ങോട്ട് തിരിഞ്ഞു. ഇതിലെ ഈ സഞ്ചി അങ്ങ് എടുത്തു. ഇതൂടെ ഇങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട്. ആ ശരി, അവിടെ അങ്ങോട്ട് കാലി പിടിക്കുന്ന സൂക്ഷിച്ച്. ഇതൊക്കെ സൂക്ഷിച്ച്. പടി പടി. അമ്മൂലോട്ട് തലയുടെ നേരെ എന്തിനാ കൂടി നിൽക്കുന്നേ? കാറ്റ് കൊള്ളട്ടെ. ആരാ എന്താന്ന് ചോദിക്കണ്ടേ? ചോദിക്കാം. ആരെ കിടപ്പ് കണ്ടില്ലേ? അല്പം കഴിയട്ടെ. കിട്ടി കുറച്ച് കാപ്പി ഇടും. എവിടെ നിന്നാണോ എന്തോ? ഇവിടെയും ഉള്ളതല്ല. ചേട്ടനോ ആരും പറയരുത്. എന്താണ് അവിടെ ഒരു കൂട്ടം? ആരും ഒന്നും പറയില്ല അല്ലേ? നിന്നെയൊക്കെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നീ വായിക്കോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ആരടാ? മരുന്നുണ്ടോ? എല്ലാം മരുന്ന് പറയാം.
ഇങ്ങനെ കൂടി നിൽക്കാണ്ട് പോയി അവരവരുടെ കാര്യം നോക്ക്. നീ ആ കാലൊന്ന് പിടിച്ചേ. തന്റെ പേരെന്താ? ചോദിച്ചു കേട്ടില്ലേ? ഭാസ്കരൻ കുട്ടി. എവിടുന്നാ വരുന്നേ? മാവേലിക്കരന്നാ. എന്നിട്ട് ഇവിടെ എങ്ങനെ എത്തി? ആരൊന്ന് കിടക്കട്ടെ, പിന്നെ ചോദിക്കാം. വാ, കിടന്നോളൂ. നിങ്ങളൊക്കെ പോയി എന്തേലും കഴിച്ചിട്ടൊക്കെ വാ. കിട്ടി? വെള്ളം ചൂടായോ? മോൻ കഴിച്ചേ? അമ്മയുടെ പൊന്നുമോനല്ലേ മോൻ. ഇത് മുഴുവൻ കഴിച്ചാ അമ്മ മോനെ ഉറക്കാം. മോനിത് മുഴുവൻ കഴിച്ചാലേ അമ്മ മോന് ഉത്സവത്തിന് പോകുമ്പം വാച്ച് വാങ്ങിച്ചു തരാം. അച്ഛന്റെ പോലത്തെ വാച്ചാണോ? കണ്ണും വീഴ്ചയിരുന്നാലോ? നിന്റെ അച്ഛൻ കുളിച്ചു വരാറായി. പോരാത്തതിനൊരു അന്യനും കൂടി ഉള്ളതല്ലേ. ഞാനിവനെ കൊണ്ടേ ഉറക്കിട്ട് വരാം. എഴുന്നേൽക്കൂ. വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങാം. നടക്കാമോ? മുറിവ് സാരമില്ല. വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. അതാ ക്ഷീണം. പതുക്കെ. അങ്ങോട്ടിരിക്കെ. മോളെ രാജമ്മേ, വലതുണ്ടെങ്കിൽ എടുത്തോ. അമ്മേ, അമ്മ ഇതങ്ങ് എടുത്തു കൊടുത്തേ. അതിനെ എന്റെ കൈ തന്നെ വരണോ? നിനക്ക് അങ്ങെടുത്ത് കൊടുത്തൂടെ? കഴിക്കേ.
എങ്ങനെ ഇവിടെ വന്നു പറ്റി? ഒഴിഞ്ഞു വന്ന ഒരു ലോറിയിൽ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കെട്ടികളൊക്കെ ഉണ്ടോ? ആരുമില്ല. എന്തിനാ ഇവിടെ വന്നത്? എന്തുണ്ടെങ്കിലും പറ, പേടിക്കണ്ട. പറ. കള്ളക്കേസി കുടിക്കിയതാ. ആരാ? ഞാൻ ജോലി ചെയ്യുന്ന ലോഡ്ജിന്റെ മുതലാളി. എവിടെ? മാവേലിക്കര ഒരു ലോഡ്ജിൽ ഒരു മുറിയിൽ നിന്ന് കുറച്ച് ആഭരണങ്ങൾ മോഷണം പോയി. എന്നെ സംശയിച്ച് ഒരുപാട് തല്ലി. ഒടുവിൽ പോലീസിൽ പിടിക്കുമെന്നായപ്പോ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടതാ. ഞാനൊന്നും അറിഞ്ഞല്ല. ഞങ്ങള് രാത്രി ഇവിടെ കൂടാറുണ്ട്. തണുപ്പ് കാലത്ത് തീയും കായും. ഒറ്റയ്ക്ക് കിടക്കണ്ട, കരുണനും കൂട്ടിനുണ്ടാവും. എനിക്ക് പേടിക്കണ്ട, ഇവിടെ പോലീസൊന്നും വരാൻ പോകുന്നില്ല. ധൈര്യമായി കിടന്നുറങ്ങാം. രാജമേടത്തി, ഏട്ടൻ വെടിവെച്ച് കൊണ്ടുവന്നതാ. കൂരാന്റെ ഇറച്ചിയാ. മോൻ ഉറങ്ങിയോ? അവൻ ഉറങ്ങി നളിനി. വല്ലതും അറിഞ്ഞോ? ഇല്ല. കള്ളം. ചേട്ടനെവിടെ? വീട്ടിലുണ്ട്. ഞാൻ കത്തിക്കാം. ഇന്ന് നല്ല തണുപ്പുണ്ടല്ലേ? കല്യാണ ചെലവിനുള്ള കാശായാൽ പിന്നെ താമസിക്കില്ല പെണ്ണേ. പതുക്കെ പറ, രാജമേടത്ത് കേൾക്കും. കേട്ടോട്ടെ, നമ്മുടെ കാര്യം എല്ലാവർക്കും അറിയാം. ഇനി ഇതുങ്ങൾ അങ്ങനെ അങ്ങ് വിടരുത്. നിങ്ങൾ പാർട്ടിയെ പറഞ്ഞ് ഇവരുടെ കെട്ടങ്ങ് നടത്തണം. നാളെ വൈകുന്നേരം സഖാവ് വരുമ്പം ഇതങ്ങ് തീരുമാനിക്കാം. എന്താ കരുണ? കാശൊന്നും ആയില്ല. പാർട്ടി കല്യാണം നടത്തുമ്പോ കാശൊന്നും വേണ്ടടോ. വിറകുളി അങ്ങോട്ട് മാറ്റിട്ട്. ഒരു കാര്യം എന്തായാലും തീരുമാനിച്ചേ പറ്റൂ. ഇനി 2 ദിവസമേ ഉള്ളൂ. 3ാമത്തെ രാത്രി ഉത്സവമാണ്. ഒരുത്തന്റെ കയ്യിൽ ഒരു കാശുമില്ല. ഇതുവരെ പിടിച്ചു വെച്ചിരിക്കുന്ന കൂലി മുഴുവൻ കുടിശ്ശിക തീർത്ത് കിട്ടണം. നല്ലൊരു ദിവസം വരുമ്പോ കയ്യിൽ 4 കാശില്ലാന്ന് വന്നാൽ എന്ത് ചെയ്യാനാ? പെണ്ണുങ്ങളാണെങ്കിൽ ചട്ടിയും കിളവും മേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞ് മുറിവുപ്പ് തുടങ്ങിയിട്ടുണ്ട്. സ്വൈരമായിട്ടൊന്ന് ഉറങ്ങാനും വയ്യ. വഴിയുണ്ടാക്കാം. പാർട്ടി ആവശ്യം പറഞ്ഞ് വരച്ചിട്ട് അങ്ങ് ഹരവ് ചെയ്യണം. കാശ് മുഴുവൻ തീർത്ത് കിട്ടാതെ അയാളെ മൂത്രമൊഴിക്കാൻ പോലും വിടരുത്. എടുത്തുചാട്ടം കുറയ്ക്ക് സുരേന്ദ്ര.
വേണ്ടപ്പോ വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ പാർട്ടിക്കറിയാം. കരുണ, നീ ഇന്ന് പണിപ്പേരെ കിടക്കണം. അയാൾ ഒറ്റയ്ക്ക് കിടത്തണ്ട. ആശാനോട് ചോദിക്കടി. അങ്ങേര് വല്ലതും പറഞ്ഞു? മാവേലിക്കരയിൽ നിന്ന് മറ്റോ വന്നതാ. കള്ളക്കേസിൽ കുടിക്കാന്നാ പറയുന്നത്. നേരാണെന്തോ. എം ജോസഫ്, വാച്ച്മാൻ, അമരാവതി ടി എസ്റ്റേറ്റ്. ഇവിടെ എന്തെങ്കിലും പണി കിട്ടുമോ? ഇവിടെ ഈറ്റപ്പണി മാത്രമേ ഉള്ളൂ. മഴ പെയ്താൽ അതുമില്ല. ഈറ്റപ്പണി അറിയോ? ഇല്ല. കാലെങ്ങനെയുണ്ട്? വേദന കുറവുണ്ട്. നീ എന്താ ഉദ്ദേശം? പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ എന്തെങ്കിലും പണി കിട്ടുമെന്ന് ചോദിക്കുമായിരുന്നു. എന്തോ പണി ചെയ്യാനാ? ഈറ്റ വെട്ടാമോ? ഇന്ന് പണിക്ക് നീ അയാളെ കൂടെ കൂട്ടിക്കോ. വരയ്ക്കും ചോദിച്ചാൽ ഞാൻ അയച്ച ആളാണെന്ന് പറയണം. ഞാൻ വരാൻ വൈകും. കരുണോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൂടെ പോയാ മതി. ആ, കൈലിയോ ബനിയനോ വല്ലതും ഉണ്ടോ കയ്യില്? ഉണ്ട്. വെള്ളം വിടല്ലെന്ന് പറയണേ. വീടി വാങ്ങിട്ട് വരാം. ഏയ്, ആളുണ്ട്. 2 തീപ്പെട്ടി.
എന്റെ പറ്റിലിരിക്കും. പപ്പു ഇത് ഇന്നലത്തെ ആളല്ലേ? ആശാൻ പറഞ്ഞിട്ടാ കൂട്ടത്തിൽ കൂട്ടിയിരിക്കുക. ഇത് കണ്ടില്ലേ? ഇന്ന് ഇതിനെപ്പറ്റി ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഇന്നലെ പറയണ കേട്ടു. അവിടെ നിന്നാ പറ്റില്ല, മുകളിലോട്ട് വരാൻ. രാജമോ, നീ ഏഴാങ്ങാടത്തിലാ പോന്നേ? ആദ്യത്തെ ചങ്ങാടത്തില്. ആ, നീ എവിടെ ചെന്ന് നിന്നോ? അങ്ങ് വന്ന് വലിയ അങ്ങാടത്തിൽ മാറിക്കണം. ആ, ഇന്ന് ഈ ഭാഗം മുഴുവൻ വെട്ടി ഈ ഭാഗം നാളെ നമ്മുടെ മറ്റേ ഭാഗത്തുണ്ട് ആ ഭാഗം വെട്ടി ഇപ്പൊ മുതലാളി കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ 12 ലോഡ് അത് മറ്റന്നാൾ നമ്മൾ അയക്കണം. അത് ഇന്നലത്തെ ബാക്കി കിടക്കുന്ന കുറച്ച്. ഇന്നിവിടെ എത്ര ആളെ പണിയെടുക്കുന്നത്? ഇന്നിപ്പോ ആകെ 62 പേരുണ്ട്. ഇവിടെയൊക്കെ കണക്കെടുത്തോ? അത് കാലത്ത് കണക്കെടുത്തല്ലേ പറഞ്ഞിട്ടില്ല. അതെയോ? ആ പുതിയ ആൾക്കാരുടെ കൂലി പുതിയ ആൾക്കാരുടെ അതിപ്പോ ഞാനേറ്റ് പോലെ മോഹന ഉത്സവം കടുത്തിട്ടുണ്ട്. ഈറ്റവട്ട് എന്നാ നിക്കാന്ന് പറയാൻ പറ്റില്ല. പറ്റുകാരുടെ കാശ് മുഴുവൻ താൻ തീർത്തു പിടിച്ചോണം. പറഞ്ഞില്ല എന്ന് വേണ്ട. മഴയുടെ കോളൊന്നും ആയില്ലല്ലോ. കാലാവസ്ഥയൊന്നും താൻ നിരീക്ഷണ്ടോ. താൻ പോയിട്ടേ കടുപ്പത്തിലൊരു ചായ എടുത്തോളൂ. അച്ഛനെ ഇതുവരെയും കണ്ടില്ല. വൈകും തോന്നുന്നു. ഈ ചോറ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ണാം? വേണ്ട, ആശാൻ വരും. ഇയാളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. വാ. ആരാ പുതിയ ആള്? ആശാന്റെ ആളാ.
കഴിഞ്ഞ കൊല്ലം നമ്മുടെ സദാനന്ദൻ കൊച്ചാട്ടന്റെ വീട്ടിലെടുത്ത വന്നു കയറി. പോയപ്പം ഒരു ചെമ്പ് കലവും പോയി. പിടിച്ചു വെച്ച കൂലി നാളെ മുഴുവൻ തീർത്തു തന്നില്ലെങ്കിൽ സമരത്തിന്റെ 2ാം മുറ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് സഖാവിന്റെ നിലപാട്. വേണ്ടി വന്നാൽ വറീച്ചനെ വളയേണ്ടി പോലും വരും. നീ എല്ലാവർക്കും സൂചന കൊടുക്കണം. ബാക്കി കാര്യങ്ങൾ സഖാവ് വരുമ്പോ തീരുമാനിക്കാം. പുതിയ ആളെങ്ങനെയുണ്ട്? പണി പഠിക്കുന്നുണ്ട്. വരുന്നു. യശോദയ്ക്കുന്ന മുതലാളിയുടെ കോള് കിട്ടി. ദിവസവും രാവിലെ പണിക്ക് വരുമ്പോ അമ്പലപ്പറമ്പിലെ കാണിക്കപ്പെട്ടിയില് കാണിക്കേറ്റിട്ടാ വരണേ. ചെയ്ത പാപം തീരാൻ ദൈവത്തിനുള്ള കൈക്കൂലിയാ. പുതിയ കോളുള്ള കൈക്കൂലിയാ. ഓർമ്മയില്ലല്ലേ? എന്റെ കാര്യം കുപ്പി അവിടെ നാളെ. ആരും കൂടുതലൊന്നും പറയണ്ട, എല്ലാവരും എനിക്കറിയാം. വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടാ. എന്നാരും ഭരിക്കാനൊന്നും വരണ്ട. ഓരോരുത്തരുടെ നോട്ടവും കുണുക്കവും ഞാനും കാണുന്നുണ്ട്. നിന്നെപ്പോലെ അഴിഞ്ഞായി നടക്കണ ആരാടി അഭിപ്രായത്തുള്ളത്? നാണിച്ചിട്ട് എന്നെ മാത്രം എന്തിനായി പറയണത്? ഇനിയിപ്പോ മിണ്ടാപ്പൂച്ച ആയിരിക്കും കലം ഉടയ്ക്കാൻ പോണത്.
കൂടുതൽ എന്നോട് കളിച്ചാൽ ഞാൻ ഈട്ടവറ്റങ്ങ് നിർത്തും. 10 ദിവസം പട്ടിണി എടുക്കട്ടെ, ഇവന്മാർ പഠിച്ചോളൂ. അത് നമുക്ക് നഷ്ടാവില്ലേ മുതലാളി? ഒന്ന് കാണാതെ ഒരച്ച് എന്തെങ്കിലും ചെയ്യുമോടാ? അങ്ങനെ വന്നാൽ നിങ്ങൾ പറഞ്ഞ തടി ഒറ്റ രാത്രി കൊണ്ട് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചങ്ങാടം നിന്നിട്ട് ഇറങ്ങിയാ മതി. കണക്കല്ലേ ശരിയല്ലേ? എല്ലാവരും എത്തിയിട്ടുണ്ട്. പേര് വിളിച്ചോളൂ. സാർ 28 രൂപ 60 പൈസ. അടുത്ത ആള് യശോദ 25 രൂപ 30 പൈസ. സുരേന്ദ്രൻ 38 രൂപ 60 പൈസ. ഇന്നും കൂലി കുറവാ, ഉടയ്ക്കണം. 5-6 ആഴ്ചയായല്ലോ പറയിച്ച ഈ പണി തുടങ്ങിയിട്ട്. ഇന്നെങ്കിലും കൂലി തീർത്ത് തന്നൂടെ? ഞാൻ എവിടെ എടുത്ത് തരാനാ? കഴിഞ്ഞ 1 മാസമായിട്ട് കച്ചവടം നിന്നിരിക്കുക അല്ലേ മുതലാളി? അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. ഞങ്ങളെ ജോലി ചെയ്തതിന്റെ കൂലി ചോദിച്ചേ. സദാനന്ദ, ഞാൻ ഈ പണി അങ്ങ് നിർത്തുവേ. പേടിപ്പിക്കാൻ പറയിച്ച എന്താ? എന്താ എന്താ ഇവിടെ ഒരു തർക്കം? ഇന്നും കൂലി പകുതി ആശാനെ. എത്ര ദിവസമായി കൂലി പകുതി പിടിച്ചിരിക്കുന്നു? ഇന്നൊരു തീരുമാനം അറിയണം. എന്റെ മനപ്രവാസം കൂടെ ആശാൻ മനസ്സിലാക്കണം. കോൺട്രാക്ടർമാർക്ക് ഈറ്റപ്പ വേണ്ട. അത് കള്ളമാ. ഇയാൾ കാശെടുത്ത് മറിച്ചിരിക്കുകയാണ്. ശരിയാ, മറിച്ചിരിക്കുക. ആ മറിച്ചിരിക്കാൻ മറിച്ചു. ഒന്നും മിണ്ടാതിരിക്കൻ. ഇങ്ങനെ ബഹളം വെച്ചാലോ? വരയിച്ച നമ്മൾ ഒന്നിച്ചാ ഈറ്റ വിട്ടു തുടങ്ങിയത്. അങ്ങനെ വിടാൻ പറ്റില്ല. തൊഴിലാളിയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. ഉത്സവമൊക്കെ വരാൻ പോവാ. നാളെ തന്നെ കുടിശ്ശിക മുഴുവൻ തീർത്തു കൊടുത്തില്ലെങ്കിൽ സംഗതി വഷളാവുകേ. ആ, ഇന്നത്തേക്ക് എല്ലാവരും കൂലി വാങ്ങിച്ചോ. ഒരു തോര എണ്ണ. പുഴയിലൊന്ന് മുങ്ങിട്ട് വരാം. ചേട്ടാ, നമുക്കിന്ന് കിഴക്കോട്ട് വച്ച പിടിക്കാം. മ്ലാവരം കിട്ടുണ്ടാക്കി. ഏതായാലും ഇറച്ചി സ്വല്പം കൂടുതൽ വേണം. ഉത്സവം ഇനി അടുത്തില്ലേ? ശരിയാ ശരിയാ. ഏട്ടൻ എവിടേക്കാ? വേട്ടയ്ക്കാണോ? ഇന്ന് സഖാവ് വരുന്ന ദിവസാ. എല്ലാരും യോഗത്തിന് വരണമെന്നാ രാജമേടത്തിയുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. എന്തോ തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്ന്. ആ,
ഞാൻ ആ കാര്യം അങ്ങ് മറന്നല്ലോ ലാസറേ. ഇന്ന് നമുക്ക് പോകണ്ട. യോഗത്തിന് ചെന്നില്ലെങ്കിൽ ആശ വഴക്ക് പറയും. കൊച്ചു ഓർമ്മിപ്പിച്ച കാര്യമായി. അമ്മേ, അമ്മേ, എന്തുവാ കടന്ന് വിളിച്ചു കൂവുന്നേ? അയ്യോ, ഇതെന്തുവാ? അങ്ങേര് പറഞ്ഞായിരുന്നോ? ആരും പറഞ്ഞില്ല. ഇതൊന്നും വേണ്ടായിരുന്നു. അങ്ങേര് ഇനി എന്തു പറയാവോ? കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. അപ്പൊ ഒരൊന്നും ഒഴിയുമ്പോ ഒന്നായിട്ട് പണി ഇപ്പൊ നോക്കും. നിന്റെ ഉണ്ട് ഒരു 10 രൂപ എടുത്ത്. ഇവിടെ ഒരു ചില്ലി പോലും ഇല്ല. എന്തേലും തരത്തില്ല. ആ പേടിച്ച് കൊടുക്കാനായിട്ടാ. നീ ആരാടി അത് ചോദിക്കാൻ? ഞാനാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഇന്ന് ഇതിനോട് അറിഞ്ഞു വരുത്തും. ഞാൻ സഖാവിനോ എല്ലാം പറയും. സഖാ ആരാടി? നിന്റെ തന്തയാ? അവന്റെ തല ഇടിച്ചു വീണേ. എന്താടി നിങ്ങൾ എന്നും വഴക്കാ? ആ നീ വാ, നമുക്ക് യോഗത്തിന് പോവാം. എന്റെ ഒരു തലവിധി. സഖാവ് വരുന്നുണ്ട്. വരൂ വരൂ വരൂ. ഇരിക്കും. മോളെ, ആ കാപ്പിങ് എടുത്തോ. രാജമ്മേ, ഇവിടെ കൊടുക്കൂ. കാപ്പി കുടിക്കൂ. ഇന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. അത് നന്നായി. ഞാൻ പറഞ്ഞ ആള് ആയിരിക്കുന്നതാണ്. നമ്മുടെ കൂലിത്തർക്കത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. പകുതി കൂലി പിടിച്ചു വെക്കുന്നതിനോട് നമ്മൾ വളരെ കാലമായി പ്രതിഷേധം പ്രകടിപ്പിക്കുകയായിരുന്നു. ഒരു കുഴപ്പം ഒഴിവാക്കാനുള്ള നമ്മുടെ പരിശ്രമം പരാജയപ്പെട്ട ഈ സാഹചര്യത്തിൽ നമ്മുടെ തീരുമാനം ഇതാണ്. നാളെ കൂലി മുഴുവൻ തീർത്ത് കിട്ടിയില്ലെങ്കിൽ വറീച്ചിനെ നമ്മൾ ഘെരാവോ ചെയ്യും. ഘെരാവോ ചെയ്യുവാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, തൊഴിലാളിക്ക് അവന്റെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഇത്തരം ചില സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായി വരും. നാളെ എല്ലാവരും നേരത്തെ ഈറ്റോട്ടാനെത്തണം. ഇന്നിവിടെ വരാത്തവരോട് നിങ്ങൾ കണ്ടു പറഞ്ഞോണം. നമ്മുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വറീച്ചൻ ശ്രമിച്ചേക്കും. ഐക്യബോധമുള്ള തൊഴിലാളികൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഈറ്റോട്ട് നിർത്താൻ തീരുമാനിച്ചാലോ? ഈറ്റക്കാട് അവന്റെ തറവാട് സ്വത്തല്ല. ഈറ്റ നമ്മൾ വെട്ടും, നമ്മൾ വെക്കും. അതിനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. നമ്മൾ ഒറ്റയ്ക്കല്ല സഖാക്കളെ, നമ്മുടെ പിന്നിൽ സംഘടനയുണ്ട്. നിന്റെ കെട്ടിയവനെ കണ്ടില്ലല്ലോ ഭവാനി. എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എന്റെ വീട്ടിൽ തീ പുകഞ്ഞിട്ട് ഇന്ന് 4 നാളായി. കിട്ടുന്ന കാശ് മുഴുവൻ അവളെ പിടിച്ചു പറിക്കുക. അങ്ങേരാണെങ്കിൽ കുടി കിടപ്പില്ല. ഇതിനൊരു അറിവ് വരുത്തി തരണം. ഞാനിതിനു മുമ്പ് തന്നെ കാര്യം സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. അയാളാ യശോദര വീട്ടിലാ കിടപ്പ്. വേറെ കുടിയുമുണ്ട് അവളെ ചൊല്ലി വഴക്ക്. ഇപ്പൊ അവക്ക് കഞ്ചാവ് വിൽപ്പനയുണ്ടെന്നാ പറയണത്.
ചെറുപ്പക്കാരെ മുഴുവൻ അവൾ നശിപ്പിക്കും. രാജുവിന്റെ അച്ഛൻ 1-2 പ്രാവശ്യം അവക്ക് താക്കീത് കൊടുത്തതാ. അവൻ ആരായിരുന്നു? ആ സഖാവിന്റെ പ്രവർത്തന ശൈലി നമുക്ക് നഷ്ടമാകരുത്. എന്റെ കാര്യത്തിന് ഒരു പോംവഴി ഉണ്ടാക്കി തരണം. കരുണ, താനും സദാനന്ദനും കൂടി യശോദയുടെ വീട്ടിൽ പോയി അവളോട് സംസാരിക്കണം. ഭവാനി, എല്ലാറ്റിനും പരിഹാരം ഉണ്ടാവും. വേറൊരു കാര്യം കൂടി തീരുമാനിക്കാനുണ്ട്. നമ്മുടെ കരുണിന്റെയും നളിനിയുടെയും കാര്യത്തിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ഇനി അത് നീട്ടണ്ട. നല്ല കാര്യം. എന്താ സദാനന്ദ? എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണെങ്കിൽ കരുണനും നളിനിയും വാ. ഉത്സവം കഴിഞ്ഞാലുടൻ ഇവരുടെ കല്യാണം നമ്മൾ നടത്തും. നാളെ രാവിലെ ഞാൻ അങ്ങാടിയിലെത്തും. ഇന്ന് നമുക്ക് പിരിയാം. പിന്നെ സഖാവ് പറഞ്ഞ പോലെ പുരോഗമനാവശ്യമുള്ള ഒരു നാടകം ഉത്സവത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. സഖാവിന് വരാൻ കഴിയോ? അത് നന്നായി. തരപ്പെടുകയാണെങ്കിൽ ഞാനും എത്തിക്കോളാം. ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. കരുണം വേണേ വീട്ടിലേക്ക് പോയിക്കോ. ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. ഞാനൊരൊറ്റത്തടിയാ. വീട്ടിൽ പ്രത്യേകിച്ച് ആരുമില്ല. ഇതും എന്റെ വീട് പോലെയാ. നാളെ സമരത്തിന് വഴക്കോ ബഹളോ മറ്റോ ഉണ്ടാവോ? ഇവിടെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന തൊഴിലാളികളുടെ മുമ്പിൽ ഏത് മുതലാളിയാ മുട്ടുമടക്കാത്തത്? ആ, നാളെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. അയ്യോ, കുഞ്ഞിനെന്ത് പറ്റി മോളെ? മോനെ, മോനെ, മോനെ. അയ്യോ, കുഞ്ഞിന് ജന്യാണെന്നാണ് തോന്നുന്നത്. ഒന്ന് വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകണം. നിങ്ങൾ ആരെയും ഒന്ന് വിളിക്കൂ. മോനെ, നീയും കൂടി കിടന്നു അങ്ങനെ കരഞ്ഞാലോ? ഒന്ന് സമാധാനം ഇരിക്കും.
എന്റെ കുഞ്ഞിനെ വേഗം ആശുപത്രിയിൽ എനിക്ക് തീരെ സുഖമില്ല. എന്റെ കുഞ്ഞ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒന്ന് വഴിയെടുക്ക്. അന്ത മുമ്പ് പിടിക്കേ മോളെ ഒരു പുറപ്പെടുത്തോ. ആശാൻ വരണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. എന്റെ കുഞ്ഞിനോട് ഇതൊന്ന് പൊതപ്പിച്ചോളൂ. കുട്ടി ഇങ്ങതാ ചപ്പാത്താണ്, ഓടാൻ പരിചയം വേണം. സൂക്ഷിച്ച് സൂക്ഷിച്ച്, നല്ല ഒഴുക്കുണ്ട്. മോളെ, നീ ഉറങ്ങിയതേ ഇല്ലേ? കുഞ്ഞിന് കുറവുണ്ടമ്മേ. അമ്മ എന്നവനെ നോക്കണേ. നീ എന്തിനുള്ള പാവാ? അതല്ലമ്മേ, ഞാൻ പോകാതിരുന്നാൽ പെണ്ണുങ്ങളുടെ ഇടയില്. മോളെ, മോളിന്ന് ഏതായാലും വരണ്ട. എല്ലാം തീരുമാനിച്ച പോലെ നടക്കും. വറീച്ചൻ അവിടെ വരാതെ പറ്റില്ല. കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്. എന്നാലും ഞാൻ ഇവിടെ എന്നാലും ഇല്ല. നീ ഇന്ന് വരണ്ട. കുഞ്ഞിനെങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട്. രാജമ്മ വരാതിരിക്കുന്നത് നല്ലതാന്നാ എനിക്ക് തോന്നുന്നേ. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിന്നിവിടെ നിൽക്കട്ടെ? കുട്ടിക്ക് അസുഖം കൂടിയാലോ? വേണ്ട. ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ അല്പം നേരത്തെ പോവുക. ആശാനോടൊന്ന് പറഞ്ഞേക്ക്. ഞങ്ങൾ ഇറങ്ങുന്നു, അല്പം ധൃതിയുണ്ട്. പിടിച്ചുവെച്ച കൂലി, പിടിച്ചുവെച്ച കൂലി, പിടിച്ചുവെച്ച കൂലി. തൊഴിലാളി ഐക്യം. മുതലാളി വറീച്ചൻ, മുതലാളി വറീച്ചൻ, മുതലാളി വറീച്ചൻ. പിടിച്ചുവെച്ച കൂലി, പിടിച്ചുവെച്ച കൂലി. മുതലാളി വറീച്ചൻ, മുതലാളി വറീച്ചൻ, മുതലാളി വറീച്ചൻ, മുതലാളി വറീച്ചൻ, മുതലാളി വറീച്ചൻ. പിടിച്ചുവെച്ച കൂലി. വർഗവികാരം, വർഗവികാരം, വർഗവികാരം. ഇൻക്ലാബ്, 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 ഇൻക്ലാബ്. ഈറ്റത്തൊഴിലാളി സമരം, ഈറ്റത്തൊഴിലാളി സമരം, ഈറ്റത്തൊഴിലാളി സമരം. മുതലാളി വറീച്ചൻ, മുതലാളി വറീച്ചൻ, മുതലാളി വറീച്ചൻ. ഈറ്റത്തൊഴിലാളി സമരം. ഇൻക്ലാബ്. തൊഴിലാളി ഐക്യം. ചെറിയ പണിയുണ്ട്. സമയത്തിന് മറന്നു കൊടുക്കണം. അവന്റെ അടുത്ത് അമ്മയുണ്ട്. വിജയം കണ്ടേ, വിജയം കണ്ടേ. മുതലാളി വറീച്ചൻ, മുതലാളി വറീച്ചൻ, തൊഴിലാളി ഐക്യം. പിടിച്ചുവെച്ച കൂലി, പിടിച്ചുവെച്ച കൂലി. തൊഴിലാളി ഐക്യം. മുതലാളി വറീച്ചൻ. വർഗവികാരം. തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം. തീർത്തു തരാം. നിങ്ങളൊന്ന് അവസാനിപ്പിച്ച് തന്നാ മതി.
ശാന്തരായിരിക്കണം. ആ, ഇരിക്കണം. സഖാവ് നിങ്ങളോട് സംസാരിക്കും. സഖാക്കളെ, തീരെ നിവൃത്തിയില്ലാതെ വന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം ഒരു സമരതന്ത്രത്തിന് രൂപം കൊടുത്തത്. ഇവിടെ ആര് ജയിച്ചു ആര് തോറ്റു എന്നതല്ല പ്രശ്നം. തൊഴിലാളികൾ സംഘടിച്ചു നിന്നാൽ ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയും എന്ന് നാം തെളിയിച്ചിരിക്കുകയാണ്. വർഗബോധമുള്ള തൊഴിലാളികൾ ചോരയും നീരും നൽകി ഇന്ന് കണ്ട ഐക്യബോധം വ്യക്തിനിഷ്ഠമായ കാഴ്ചപ്പാടിനുപരിയായി കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമ്മൾ ഈ സമരം അവസാനിപ്പിക്കുകയാണ്. തൊഴിലാളി ഐക്യം, വർഗവികാരം, തൊഴിലാളി ഒന്നിച്ചു നിന്നാൽ നേടാനാകാത്ത കാര്യങ്ങളൊന്നുമില്ല. കാശ് കിട്ടിയ പരീക്ഷം വാക്ക് മാറുമോ? അതൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ഇല്ലേ ഇവിടെ? അല്ല, ഇതിലേക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും പറ്റില്ലേ? ഇതിലങ്ങോട്ട് പോവാം. മുതലാളിയായപ്പോ കണ്ടില്ലേ സ്വഭാവം മാറി. ഇവരെയൊക്കെ ശക്തമായി നേരിട്ടേ പറ്റൂ. ആശാനെ, ആശാനെ, ഒന്ന് നിൽക്കണേ. ആശാനെ, നാളെ കുറച്ച് ഈറ്റലോടുകൾ എനിക്ക് അയച്ചേ കഴിയും. ഇന്ന് വിട്ട് മുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ കൂലി കൊടുക്കാൻ ആശാനെ നിർബന്ധിക്കരുത്. നാളെ കുറച്ച് ഈറ്റ വെട്ടി തരികയും വേണം. ഇന്നത്തെ കൂലി ഞങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷെ നാളെ ഈറ്റ വെട്ടാൻ പറയരുത്. നാളെ ഉത്സവമല്ലേ പറയിച്ചാ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വെട്ടാൻ തയ്യാറുള്ളവരെ കൊണ്ട് ഞാൻ നാളെ ഈറ്റ വെട്ടി. ആശാൻ ഇത് തടയാതിരുന്നാൽ മതി. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾ വരില്ല അറിയിച്ച. എല്ലാവരും എന്റെ ഷെഡിൽ വരാൻ പറയും. നമ്പി വെള്ളർക്കാൻ പറയും. എന്നാ ഞാൻ നേരെ അങ്ങ് പോവാം. ശരി, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം. കുഞ്ഞിനെ വിട്ട് രാജമ്മ എന്ന് വരണമായിരുന്നു. ആ ഭാസ്കരൻകുട്ടിയുടെ പടമുള്ളൊരു കാർഡാ. ഇതിലുള്ള പേര് ജോസഫ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് എന്റെ കയ്യിരിക്കട്ടെ. രാജമ്മ വെക്കോളൂ. ഒന്ന് തന്നെ. നാളെ ഈറ്റ വെട്ടുകയാണ്, ഞാൻ കൂടെ പോട്ടെ. കരിങ്കാരിപ്പണയാൻ ഇത്ര ഇഷ്ട? എന്റെ ഈ കാശൊന്നുമില്ല.
പിന്നെ കുഞ്ഞിന് പുറത്തുനിന്ന് മരുന്ന് വാങ്ങിക്കണ്ടേ? അതിന് ഞങ്ങളുടെ ഈ കാശുണ്ട്. ഞാൻ പറഞ്ഞിട്ടും അവള് കേട്ടില്ല. അവൾ അങ്ങനെയാ. കിട്ടി, നമ്മുടെ കാലം കഴിഞ്ഞാൽ ഇതെന്താ പതിവില്ലാതെ? വഴി തെറ്റിയോ? വാ വാ, കേറി അകത്തോട്ടിരിക്കെ. ഇരിക്കാൻ വന്നവരല്ല. ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സഖാവ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. നീ കുറെ കൂടെ മാനം മര്യാദയ്ക്ക് ജീവിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ കഴിയുന്ന കാര്യം പ്രയാസമായിരിക്കും. എന്താ ഈ ഗ്രാമം മുഴുവൻ നിങ്ങൾ വലിക്കെടുത്തോ? നിന്നോട് തർക്കിക്കാനല്ല വന്നത്, അവസാനത്തെ താക്കീത് തരാനാ. നീ കാരണം എത്ര കുടുംബങ്ങൾ കണ്ണീര് കുടിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ ഭവാനിയുടെ പ്രശ്നം നിനക്കറിയാമല്ലോ. ഒരുത്തന്മാരുടെ വീട്ടിലും ഞാൻ അങ്ങോട്ട് കയറി ചെന്നില്ലല്ലോ. പറയണത് കേട്ടില്ലെങ്കിൽ വരണത് അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളണം.
എടി, നീ നോക്കിക്കും, ഇവന്മാരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. ഇവന്മാരുടെ ഉത്സവം കഴിഞ്ഞങ്ങ് വരട്ടെ. ഈ വർഷം ഞാൻ ഈറ്റ വെട്ടിക്കില്ല. അപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കും? ഓ, അല്ലെങ്കിൽ നീ അങ്ങ് ഈറ്റ വെട്ടിയല്ലേ ജീവിക്കുന്നത്? അല്ലേലും ഈയിടെ എന്നോട് സ്നേഹക്കുറവാ. എത്ര നാളായി വീട്ടിലോട്ടൊന്ന് വന്നിട്ട്. സ്നേഹത്തെക്കുറിച്ച് നീ ഒന്നും പറയണ്ട. സമരത്തിന് എനിക്കെതിരായി നീ അവരോട് കൂട്ടുനിന്നില്ലേ? കൂട്ടത്തിൽ ചേരാന്നാൽ എനിക്ക് പിന്നെ ഇവിടെ പണിയെടുക്കാൻ കഴിയോ? അവര് വരുന്നു. ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ഇയാളെ ഒറ്റയ്ക്ക് കിട്ടാൻ പേട്ട പാട് എത്രയാണെന്നറിയോ? ആശാന്റെ പണിപ്പുരയില കിടപ്പ് അല്ലേ? തന്നെ ഞാൻ ആദ്യം കണ്ടപ്പോഴേ ശ്രദ്ധിക്കുകയായിരുന്നു. താൻ ഇവന്റെ ഒന്നും കൂട്ടത്തിൽ കൂടേണ്ടവനല്ല. 2 ദിവസം കഴിയട്ടെ. പുതിയ താമസ സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാം. എന്നെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാ. ഞാൻ ഈ ഈറ്റവെട്ടങ്ങ് കുറച്ചു നാളത്തേക്ക് നിർത്തുക. ഇവന്മാർ എന്നാ എടുക്കുമെന്നത് കാണട്ടെ. താൻ പേടിക്കണ്ട. തനിക്ക് 4 കാശ് ഉണ്ടാക്കാനുള്ള വഴി ഞാൻ ഒപ്പിച്ചു തരാം. നാളെ രാത്രി കാട്ടിന്ന് കുറച്ച് തടി കടത്തണം. ഉത്സവമായതുകൊണ്ട് ഒരുത്തന്റെയും ശല്യം ഉണ്ടാവില്ല. തനിക്ക് കാര്യമായൊരു തുക ഞാൻ തരാം. എനിക്കൊരു പരിചയമില്ല. അതിന് പരിചയമൊന്നും വേണ്ട. കരളുറപ്പാ വേണ്ടത്. അത് തനിക്കുണ്ടെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. ശരിയല്ലേ? ഇതാ, ഇതിരിക്കട്ടെ. ഞാനാ മുതലാളിയോട് പറഞ്ഞു വിളിപ്പിച്ചേ. എന്തും ചെയ്യാൻ കരുത്തുള്ളവനാന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. നമ്മൾ കൂടുതൽ നിന്ന് സംസാരിക്കുന്നത് ആരും കാണണ്ട. നാളെ രാത്രി 10 മണിക്ക് കടവത്തെത്തണം. ഞാൻ അവിടെ കാത്തു നിൽക്കും.
ഇത് എവിടെ നിന്നാടാ? ഉത്സവത്തിന് വറീച്ചന്റെ വകയാ. ആ ചെറ്റേര ഓശാരം എന്തിനാടാ? കൂലി കൊടുക്കാത്തവൻ കൊടിമരം കൊടുത്തിരിക്കണം. അത് ചുമക്കാൻ ഇവിടെ കുറെ പട്ടികളും. അല്ല ആശാനോ കൂടെ ശിക്ഷനും ഉണ്ടല്ലോ. നീയൊന്നും കേട്ടില്ലേ അവന്മാര് പറയണത്? പറീച്ചന്റെ ഓശാരം ചുമക്കണത് കണ്ടില്ലേ? നിന്നോടൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിനക്കൊക്കെ ആ നാറി വറീച്ചനെ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് ഈറ്റ വെട്ടാൻ ഇവിടത്തെ തൊഴിലാളിയുടെ സംഘം ഉണ്ടാക്കാൻ കഴിയോടാ? അതൊക്കെ നമ്മുടെ സംഘടന ആലോചിക്കുന്നുണ്ടെന്നാണ് ചേട്ടാ. നിന്റെയൊക്കെ ഒരു ആലോചന സംഘടന ആലോചിച്ചുകൊണ്ട് വരുമ്പോ നേരവും വിളക്കും കാടും വിളക്കും. കാണിച്ചേട്ടാ, കാര്യമൊക്കെ ശരി. കള്ളം കുടിച്ചേച്ച് സംഘടനയെ കൊച്ചാക്കി സംസാരിക്കരുത്. സംസാരിച്ചാ നീ എന്താ എടുക്കോടാ? സംസാരിക്കരുത്. നീ എന്തായി കാട്ടുന്നത്? ഇതാരാണെന്നറിയോ? നമ്മൾ ഇന്ന് ചങ്കൂറ്റം കൊള്ളുന്ന പ്രസ്ഥാനം ഇവിടെ കെട്ടിപ്പടുക്കാൻ കഷ്ടപ്പാട് സഹിച്ച നാണുചേട്ടനോടാണ് നീ പറയുന്നത്. നാണുചേട്ടൻ ഈ സ്ഥിതിയിലായത് എങ്ങനെയാണെന്ന് എനിക്കറിയോ? അവൻ എന്നെ അടിക്കാൻ വന്നു. പ്രസ്ഥാനം എന്റേതാ. പ്രസ്ഥാനത്തെ നാണു തള്ളി പറയല്ല. ആ നാണുവിന് പാകം വേണ്ട. നാണു പറഞ്ഞതും നീ പെരുമാറിയ രീതിയും തമ്മിൽ എന്താ വ്യത്യാസം? വികാരത്തിന്റെ പിന്നാലെ പോയാൽ വാ. ഞാൻ ഇങ്ങോട്ടൊന്ന് കേറട്ടെ. സദാനന്ദ ചേട്ടനൊരു കാര്യം പറയാനുണ്ട്. നീ കാര്യം പറയുന്നത് ആരോടാണെന്ന് എനിക്ക് അറിയാടാവേ. ആ പൊയ്ക്കോ പൊയ്ക്കോ. ഇവിടെ ആരും ഇല്ലേ? നളിനി, നളിനി. ഉത്സവം വരില്ലേ? രാജമ്മേടത്തിയുടെ അമ്മയുടെ കൂടെ പോയാൽ മതിയെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ഉത്സവത്തിന് വരില്ലേ? നാടകം കാണാൻ വരും. നിന്റെ വള വരണം ഗീത. എന്തിനാ? അളവിന്. ഏത് നേരാ ഇഷ്ടം? ഇഷ്ടമുള്ളത്. കൈ നീട്ടി ഞാൻ വരാം. കാണണമെങ്കിൽ എല്ലാം ചുറ്റണം കാണാം. എനിക്കെല്ലാം സാധനങ്ങളാണ്. അതുകൂടെ വീഡിയോ ചെയ്തിട്ട് തന്നെ.
എടാ അത് 2 ഉപ്പിടെ വേണ. ആയ കാലത്ത് ഞാൻ പ്രസ്ഥാനത്തിന് വേണ്ടി എന്റെ ജീവിതം മാറ്റിവെച്ചു. പ്രായം കഴിഞ്ഞപ്പോഴാ വീടും കുടിയേയും കുറിച്ച് ഓർത്തത്. എന്തിനു പറയണ പാക്കര, നാണു എന്നും ഒറ്റയ്ക്ക. ഇന്നും നാണു വഴി കിടന്ന് ചത്ത നാട്ടുകാർ വിട്ട് ഓടിക്കൊള്ളും. ഞാനും ഒറ്റയ്ക്കാ ചേട്ടാ. എനിക്ക് നാടും വീടും കുടിയൊന്നുമില്ല. കയ്യിലുണ്ടെങ്കിൽ ഇതിലൊന്ന് എനിക്കെന്താ, ഹോസിന് വേണ്ട, പകരം പൊടി വാങ്ങിച്ചു തരാം. എടാ വാസു, അണ്ട് പൊടി ഇവിടെ കൊണ്ടുവരാ. എന്റെ കണക്ക് ഇവനെ ഒരു പിടികൂടി പിടിച്ചോ. നമുക്ക് തന്തൊഴിക്കണം പാകര. ഇവന്മാര് തമ്മില് നല്ല ചർച്ചയാ. പിടിച്ചോ. ആഞ്ഞു പിടിച്ചോ. ആഞ്ഞു പിടിച്ചോ. ആശാനുണ്ടല്ലോ, അവൻ പാവമാ. ഞാൻ അവനെ എന്ത് തെറി പറഞ്ഞാലും അവൻ എന്നോട് സ്നേഹമാ. അവൻ കമ്മ്യൂണിസ്റ്റാ, ഞാനും കമ്മ്യൂണിസ്റ്റാ. അവന്റെ മോളെ രാജമ്മ ഉണ്ടല്ലോ, അവളെ കാണുമ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോവും. ഇത്ര ചെറുപ്പത്തിലേ അവളുടെ കെട്ടിയവൻ ചാവാൻ പാടില്ലായിരുന്നു.
ഉത്സവത്തിന് പോണില്ലേ? അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. രായമ്മ എന്താ പോകാത്തത്? കുഞ്ഞിന് പനി വിട്ടുമാറിയിട്ടില്ല. അവനെ മഞ്ഞ ഒള്ളിക്കണ്ടാന്ന് കരുതി. ഒറ്റയ്ക്ക്? എനിക്കാ പേടിയൊന്നുമില്ല. ഉത്സവത്തിന് അത്ര താല്പര്യമില്ല. എന്നും ഒറ്റയ്ക്ക് കഴിയാനാണോ ഭാവം? എനിക്ക് രായമ്മ ഇഷ്ടമാ, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾ കുടിച്ചിരിക്കുന്നു അല്ലേ? എന്താ രായമ്മയ്ക്ക് ഞാൻ കുടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇനി ഞാൻ കുടിക്കേല. ഈ ശ്രീധരൻ പറഞ്ഞതാ. രായമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ശ്രീധരൻ ഇനി കുടിക്കേല. ശ്രീധരനോ? ആര്? നിങ്ങൾ ഭാസ്കരൻകുട്ടിയല്ലേ? അതെ അതെ, ഭാസ്കരൻകുട്ടി. നിങ്ങൾ ഭാസ്കരൻകുട്ടി അല്ല. സത്യം പറയൂ, നിങ്ങൾ എന്തിനാണ് ഈ ഒളിച്ചുകളി നടത്തുന്നത്? നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? അതെ, രാജമ്മ എനിക്ക് വലിയ ഇഷ്ടമാ. എങ്കിലെന്തിനാ എന്നോട് കള്ളം പറയുന്നു? രാജമ്മയോട് ഞാൻ കള്ളം പറയല. എന്നാ നേര് പറ, പേര് ശ്രീധരൻ എന്നല്ലേ? പറയാം, എല്ലാം പറയാം. എന്താ പറ്റിയത്? എവിടെയാ വീട്? പറയാം, പക്ഷെ വേറെ ആരോടും രായമ്മ പറയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. സത്യം? സത്യം. എന്റെ മോനാണ് സത്യം. പാർട്ടിക്ക് ലഭിച്ച ആദ്യ റിപ്പോർട്ടുകൾ തന്നെ നിങ്ങൾക്കെതിരായിരുന്നു. പാർട്ടിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയോ നിങ്ങൾ ഉന്നയിച്ച വാദമുഖങ്ങൾക്ക് തെളിവുകളോ നൽകാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ഒടുവിൽ പാർട്ടിയുടെ തീരുമാനപ്രകാരം സഖാവ് പത്മനാഭൻ ഉൾപ്പെടെയുള്ള കമ്മീഷൻ വീണ്ടും ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. മുൻ റിപ്പോർട്ടുകൾ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതിൻ പ്രകാരം നിങ്ങളുടെ മേൽ അച്ചടക്ക നടപടി എടുക്കുവാൻ പാർട്ടി നിർബന്ധിതമായി തീർന്നിരിക്കും. ഇതിന്റെ പിന്നിൽ എന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യമാണുള്ളത്. ഒരിക്കലുമില്ല. യൂണിയന്റെ വാർഷിക റിപ്പോർട്ടിൽ യൂണിയൻ ഫണ്ട് നിങ്ങൾ ദുരുപയോഗം ചെയ്തിരിക്കുന്നതായി ഓഡിറ്റ് കമ്മിറ്റിയുടെ വ്യക്തമായ റിപ്പോർട്ടിലുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ നിങ്ങൾ മാനേജ്മെന്റുമായി ഒത്തുകളിച്ചിരിക്കുന്നതിന്റെ രേഖ വ്യക്തമായി ഈ റിപ്പോർട്ടിലുണ്ട്. യൂണിയന്റെ ലേവലിൽ പല ഏജൻസികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയതിന്റെ എല്ലാ തെളിവുകളും ഇതോടൊപ്പമുണ്ട്. ഇതിലെല്ലാം ഉപരി മെമ്പർമാർക്കിടയിൽ ഗ്രൂപ്പിസം പ്രേരിപ്പിക്കുകയും അതുമൂലം ഭൂരിപക്ഷം തൊഴിലാളികൾക്കും നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പാർട്ടി ഇന്നു മുതൽ നിങ്ങളെ യൂണിയന്റെ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള യൂണിയന്റെ എല്ലാ രേഖകളും പുതിയ സെക്രട്ടറി ചാർജ് എടുക്കും വരെ ജോയിന്റ് സെക്രട്ടറിയെ ഏൽപ്പിച്ചു കൊടുക്കണം. ഏതെങ്കിലും തരത്തിൽ യൂണിയൻ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ പുതിയ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമായി നിൽക്കുകയോ ചെയ്താൽ നിങ്ങളുടെ പ്രാഥമിക അംഗത്വം പോലും നഷ്ടപ്പെടുമെന്ന കാര്യം ഓർത്തിരിക്കണം. സഖാവിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ പോവാം. സഖാവിന് തൃപ്തിയായില്ലേ?
അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറക്കണം. ശ്രീധരന് പകരമായി പാർട്ടി എന്നെ നിയമിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. എങ്ങനെയായാലും ഇവിടം വരെ എത്തിയല്ലോ. ഇവിടത്തെ പ്രവർത്തനത്തിൽ ശ്രീധരന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. തുറന്ന മനസ്സോടെ എന്നോട് സഹകരിക്കണം. ഇവിടുത്തെ പ്രവർത്തനം മുഴുവൻ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ആളല്ലേ? ഇപ്പോ തൊഴിലാളികളുടെ പിൻബലം കിട്ടാൻ ഞാൻ വേണം, അല്ലേ? തൊഴിലാളികൾ പ്രസ്ഥാനത്തെയാണ് സ്നേഹിക്കുന്നത്. താങ്കളെല്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഓഹോ, അപ്പൊ സഖാവാണ് പ്രസ്ഥാനം, അല്ലേ? ഒരു വ്യക്തിയും പ്രസ്ഥാനത്തെക്കാൾ വലുതാകാൻ ശ്രമിക്കരുത്. ഞങ്ങൾ ഇറങ്ങുന്നു. നാളെ ജനറൽ ബോഡിയാണ്. നമുക്ക് അവിടെ വെച്ച് കാണാം. അതുകൊണ്ട് നാളെ ആരംഭിക്കുന്ന പണിമുടക്ക് പരിപൂർണ്ണ വിജയത്തിൽ എത്തിക്കണമെങ്കിൽ നാം ഒറ്റക്കെട്ടായി നീങ്ങി പറ്റൂ. ഇത്ര വേഗത്തിൽ സമരം പണിമുടക്കിലേക്ക് മാറ്റുന്നതിന്റെ ഉദ്ദേശം എന്താണ്? കഴിഞ്ഞ ആ സഖാവിന് പറയാനുള്ളത് മുഴുവൻ പറയട്ടെ. അച്ചടക്കമുള്ള പ്രവർത്തന ശൈലി ആരും മറക്കരുത്. ആ സഖാവ് തുടരും. കഴിഞ്ഞകാല യൂണിയൻ നേതൃത്വത്തിന് തൊഴിലാളികളെ പണിമുടക്കിലേക്ക് തള്ളിവിട്ട് അവരുടെ കുടുംബം പട്ടിണിയിലാക്കരുതെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ. ഇന്നത്തെ നേതൃത്വം എടുത്തുചാടി തൊഴിലാളികളെ വെട്ടിലാക്കരുത്. മുതലാളിയുമായി സൗഹൃദ സംഭാഷണത്തിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഇന്ന് നിലവിലുള്ളൂ. പണിമുടക്കാൻ തീരുമാനമെടുത്തത് യൂണിയന്റെ കേന്ദ്ര എക്സിക്യൂട്ടീവാണ്. പണിമുടക്കാൻ സാഹചര്യമില്ലെന്ന് സഖാവ് പറയുന്നു. പിരിച്ചുവിട്ടവരുടെ കുടുംബത്തെ ഓർത്തിട്ടാണോ സഖാവ് അത് പറഞ്ഞത്? സംഘടനാ പ്രവർത്തനം നടത്തിയതല്ലേ പിരിച്ചുവിട്ടവരുടെ പേരിലുള്ള തെറ്റ്? ഉൽപാദനക്ഷമതയ്ക്കായി അധ്വാനഭാരം വർദ്ധിപ്പിച്ചു. നഷ്ടത്തിൽ മുങ്ങിക്കിടന്ന കമ്പനി ഇന്ന് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കിയിരിക്കുന്നു. ആ ലാഭക്കൂമ്പാരത്തിൽ തൊഴിലാളികളുടെ രക്തവും വിയർപ്പും ഉണ്ടായിരുന്നു സഖാവേ. എന്നിട്ടും തൊഴിലാളികൾ കൂലിക്കൂടുതൽ ചോദിച്ചില്ല. വിഷവാതങ്ങളുടെ പ്ലാന്റിൽ ജോലി ചെയ്യുന്നവരുടെ സുരക്ഷിതത്വം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മുതലാളിത്തം അത് ചെവിക്കൊണ്ടില്ല. അതിന്റെ ഫലമായി ആസിഡ് പ്ലാന്റിൽ മരിച്ചു വീണ 2 തൊഴിലാളികളെ സഖാവടക്കമല്ലേ മോർച്ചറിൽ എത്തിച്ചത്? അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുന്നതിന് പകരം തൊഴിലാളികളുടെ അശ്രദ്ധ കൊണ്ട് അപകടമുണ്ടായി എന്ന കെട്ടിച്ചമച്ച റിപ്പോർട്ടിന് പിൻബലം കൊടുക്കുകയല്ലേ സഖാവെന്ന് ചെയ്തത്? അനാവശ്യം സംസാരിക്കരുത്. കഴിഞ്ഞ കാല നേതൃത്വത്തെ കുറ്റപ്പെടുത്താനല്ല ഈ ജനറൽ ബോഡി. സഖാവേ, ഇത് കുറ്റപ്പെടുത്തലല്ല, പണിമുടക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സഖാവിനെ ക്ഷോഭിക്കുന്നു. മുതുകിൽ പുണ്ണുള്ളവനെ വേലിനൂരാൻ ഭയം കാണും. ശ്രീധരൻ ആരെയും ഭയന്നിട്ടില്ല, ഇനി ഭയക്കേയില്ല. ഇരിക്കും സഖാവോടെ. തന്റെ പ്രസംഗം ഞങ്ങൾ കേൾക്കണ്ട. ലോക്കൌട്ടാണ് ഇയാളുടെ ലക്ഷ്യം. നിങ്ങൾ അതിന് കൂട്ടുനിൽക്കരുത്. സഖാവേ, തേജോവധം ചെയ്യാൻ ശ്രമിക്കരുത്. ഇതൊരു വിപ്ലവ സംഘടനയാണ്. ഒറ്റയ്ക്കുള്ള തീരുമാനത്തിലൂടെ പ്രസക്തിയില്ലെന്ന് മനസ്സിലാക്കണം. യൂണിയന്റെ തീരുമാനത്തോട് യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സഖാവിന് പുറത്തു പോകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഇപ്പൊ പോവാം. പക്ഷേ ശ്രീധരൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഓർമ്മിച്ചോ? What do you mean? യൂണിയൻ പറയുന്ന ലീഡറല്ലേ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കൂ? മുതലാളി എന്നെ കൈയൊഴിയരുത്. Sir, we can't avoid Mr. Sridharan. He can do something for us. Yes, that I admit. But how? Mr. Sridharan, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പുതിയ യൂണിയൻ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടാ? ഐഡിയ. അതെ, നിങ്ങളോട് യോജിപ്പുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഒരു ബദൽ യൂണിയൻ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടെ? അതത്ര എളുപ്പമുള്ള കാര്യമല്ല സർ. Let us try. We can do something for you. Anyway, you must thrash down this strike. ശ്രീധരൻ, ശ്രീധരൻ, സഖാവ് ശ്രീധരൻ ഇല്ലേ? ആരാ? എവിടുന്നാ? യൂണിയൻ ഓഫീസിൽ നിന്ന്. ആ, കേറിയിരിക്കെ. ശ്രീധരാ, ശ്രീധരാ. ആ, ഞങ്ങൾ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാണ്. സഖാവ് വഴിതെറ്റി സഞ്ചരിക്കരുത്. ഉപദേശിക്കാൻ വന്നതാണോ? അല്ല, പുതിയ യൂണിയൻ ഉണ്ടാക്കി തൊഴിലാളികളെ പിളർക്കാൻ ശ്രമിക്കരുതെന്ന് അപേക്ഷിക്കാൻ വന്നതാണ്. അതിന് ഉത്തരവാദി നിങ്ങളാണ്.
നേതൃത്വമോഹിയാണ് നിങ്ങൾ. തർക്കത്തിന് വേണ്ടിയല്ല ഞാൻ വന്നത്. ഇവിടെ യൂണിയൻ കെട്ടിപ്പടുത്തവരിൽ ഒരാളാണ് നിങ്ങൾ. ഉച്ചിയിൽ വെച്ച് കൈകൊണ്ട് തന്നെ ഉദയക്രിയ ചെയ്യരുത്. സമരത്തിന്റെ മുൻപന്തിയിൽ സഖ ഉണ്ടായിരിക്കണം. മറിച്ചായാൽ തൊഴിലാളികൾ നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഞങ്ങളിറങ്ങും. തൊഴിലാളിയേക്കം സിന്ദാബാദ്, വർഗ വികാരം സിന്ദാബാദ്, SEA സിന്ദാബാദ്, സിൻഹ മുതലാളി നീതി പാലിക്കുക, സിൻഹ മുതലാളി നീതി പാലിക്കുക. We can go straight to an open discussion without any prejudice. ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കണം. മാനേജ്മെന്റും യൂണിയൻ പ്രതിനിധികളും മാത്രം അടങ്ങുന്ന ഒരു ചർച്ചയാണിത്. So what? യൂണിയന്റെ പ്രതിനിധികൾ ഞാനും സഖാവ് ജേക്കബുമാണ്. ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റൊരാൾ ഇവിടെ ഇരിക്കാൻ പാടില്ല. Sridharan is also a well-known union leader. ഇപ്പോൾ അയാൾ യൂണിയന്റെ പ്രതിനിധി അല്ല. ഞാനും ഒരു യൂണിയന്റെ പ്രതിനിധിയാണ്. ഈ വ്യവസായശാലയിൽ ഒരൊറ്റ യൂണിയനേ ഉള്ളൂ. എന്റെ യൂണിയൻ മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടുള്ളതാണ്. Don't spoil our discussion, please. ഞങ്ങൾക്കറിയേണ്ടത് ഒന്നാണ്, യൂണിയൻ പ്രതിനിധികളല്ലാത്തവരെ ഇറക്കി വിട്ടുകൊണ്ട് ഈ ചർച്ച തുടരാൻ കഴിയുമോ ഇല്ലയോ? How can we do away with a well-known trade union leader? ഞങ്ങൾ അങ്ങനെ ചെയ്താൽ വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമാവില്ലേ മിസ്റ്റർ പത്മനാഭൻ? ഇയാളെ ഇറക്കിവിടാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങുകയാണ്. മാനേജ്മെന്റ് ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത്. മാനേജ്മെന്റ് ഇത്തരം പല കളികളും കളിക്കും. ആ കളികൾ ഞങ്ങൾ പൊളിക്കുകയും ചെയ്യും. ഞങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ചർച്ചയെ ഇനി നടക്കൂ. നോ ഡിസ്കഷൻ, നോ ടീ. സഖാക്കളെ, ഇന്നും ചർച്ച അലസിപ്പിരിഞ്ഞിരിക്കുകയാണ്. ഒരു ഒത്തുതീർപ്പിലെത്തുവാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ശ്രീധരൻ മാനേജ്മെന്റുമായി ഒത്തുകളി ആരംഭിച്ചിരിക്കുകയാണ്. പത്മനാഭൻ ഉദ്ദേശിച്ച പോലെ അല്ല. ഹീസ് വെരി പവർഫുൾ ആൻഡ് ഡൈനാമിക് എ പേഴ്സൺ. മുതലാളിയുടെ സഹായം ഉണ്ടെങ്കിൽ ഞാൻ ഈ സമരം പൊളിക്കാം. ഷുവർ ഷുവർ. നാളെ കുറെ വർക്കേഴ്സ് ജോലി കയറണം. യു ട്രൈ ഫോർ ദാറ്റ്. ജോലിക്ക് വരാൻ തയ്യാറുള്ളവർക്ക് ചില്ലറ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കാൻ മടിക്കണ്ട. എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാം. മിസ്റ്റർ ശ്രീധരൻ, he will arrange everything for you. Yes.
ഞാൻ തന്റെ വീട്ടിൽ നിന്ന് വരികയാണ്. നാളെ കരിങ്കാലിപ്പണി ചെയ്യാൻ താൻ തൊഴിലാളികളെ സമീപിച്ചു എന്നറിഞ്ഞു. അതിനൊരുമ്പെട്ടാൽ ഫാക്ടറിക്കകത്ത് ആരെങ്കിലും കാലെടുത്ത് വെച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും. ഉത്തരവാദി താനും. നീതി പാലിക്കുക. നീതി പാലിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. പണിമുടക്ക് സമരം സിന്ദാബാദ്. വർഗവികാരം സിന്ദാബാദ്. ഇൻക്ലാബ്. കരിങ്കാലികൾ വരുന്നു. ശ്രീധരൻ കൂട്ടം വരുന്നുണ്ട്. നിങ്ങൾക്ക് പണി മുടക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണി ചെയ്യാനുള്ള അവകാശമുണ്ട്. പോലീസ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണം. ഞങ്ങൾ ജോലിക്ക് കയറാൻ തയ്യാറാണ്. കാണിച്ചേരാ നോക്കിക്കോ. സഖാവേ, അവർ സഖാവിനെ യൂണിയനിൽ നിന്ന് പുറന്തള്ളി. നാളെ സഖാവ് പത്മനാഭൻ നിരാകരണ സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞങ്ങളെല്ലാവരും മാപ്പെഴുതി കൊടുത്ത് യൂണിയനിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ്.
അവരിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ ഓടി എന്റെ വീടിനടുത്ത് എത്തിയപ്പോ നമ്മൾ മറക്കരുത്. അനുസരിക്ക്, ഞാൻ പറഞ്ഞാൽ വിടണം. എണീക്കൂ, അമ്മ വിഷമിക്കില്ല. അമ്മ ആരും ഒന്നും ചെയ്യില്ല. എന്നിട്ട് യെസ് യെസ്. ഓഹോ, who is that? How cruel. I never expected such a situation. നിങ്ങളെ കൊല്ലാൻ പാടില്ലായിരുന്നു. മുതലാളി എന്നെ രക്ഷിക്കണം. യെസ് യെസ്. സിന്ന ഹിയർ. അയാൾ ഇവിടെ ഉണ്ട്. അയാൾ ഇവിടെ നിർത്തുന്ന അപകടമാണ്. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. മിസ്റ്റർ ഫെർണാണ്ടസ്, you do one thing. Please take him to a secure place. Police? That I can manage. Please hurry up. Take that jeep. Yes, sir. Go with it. മുതലാളി ഞാൻ Don't waste time, Fernandez. Take him. Okay, sir. വരൂ. വേഗം ആവട്ടെ. Hurry up. വേഗം കയറൂ. Hurry up. Hurry up. പോട്ടെ. അവര് കുറച്ചാൾ എന്നെ ഒരു രഹസ്യ സംഘത്തിൽ പാർപ്പിച്ചു. മുതലാളി എന്നെ പോലീസ് കേസ് ഇല്ലാതാക്കി. വളരെ ദൂരെ ഒരു തേയില എസ്റ്റേറ്റിൽ വാച്ചറായിട്ട് എനിക്ക് ജോലിയും വാങ്ങിച്ചു തന്നു. ഏതാണ്ട് 9 മാസത്തോളം ജോസഫായിട്ട് ഞാൻ അവിടെ കഴിച്ചുകൂട്ടി. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ എന്താ ജോസഫേ, ജോലി കഴിഞ്ഞാൽ എപ്പോഴും മുറിക്കുള്ളിൽ തന്നെയാണല്ലോ. ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ, വല്ലപ്പോഴും ഒക്കെ മിണ്ടേ പറയൊക്കെ ആവാം. അതിനെ മിണ്ടാറുണ്ടല്ലോ. അല്ല, വീടെവിടെയാ? കുറച്ച് അകലെയാ. കുറച്ചകലെന്ന് പറഞ്ഞാൽ സ്ഥലപ്പേരില്ലേ?
ഇതൊക്കെ അറിയാതെ നിങ്ങൾക്ക് എന്ത് വേണം? താനൊരു ക്രിസ്ത്യാനിയായിട്ട് പള്ളി പോലും കാണാറില്ലല്ലോ. തനിക്ക് സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ലേ? തന്നെ അന്വേഷിച്ച് ആരും വരാറില്ലല്ലോ. പിടിച്ചോടാ അവനെ. രായമ്മ, രായമ്മേ, തൊഴിലാളി വർഗാധിഷ്ഠിതമായ ഒരു പാത ഒരുക്കുമ്പോൾ വർഗവഞ്ചകരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം.